ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു തമിഴ് സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. തമിഴ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു സൂപ്പർ ഹീറോ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു സിനിമയാണ്. അപ്പോൾ സിനിമയുടെ വിശേഷങ്ങൾ, സിനിമയുടെ ആ ഒരു പ്ലോട്ട് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന സൂപ്പർ അമാനുഷികരായ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളൊരു ആ ഒരു റിസർച്ച് നടത്തുകയാണ്, ആ ഒരു അന്വേഷണം നടത്തുകയാണ് നമ്മുടെ നായകൻ. അപ്പോൾ സൂപ്പർ ഹ്യൂമൻസ് നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ അവരെന്താണ് ചെയ്യുന്നത്, അവരാൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സിനിമയാണ് വെപ്പൺ എന്ന് പറയുന്ന സിനിമ. അതിൽ അവർ കുറേ എന്തൊക്കെയോ കൺഫ്യൂഷൻസ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ്. നമ്മുടെ വസന്ത് രവി, രാജീവ് മേനോൻ, സത്യരാജ്, താനിയ ഹോപ്പ്, രാജീവ് പിള്ള, ഷിയാസ് കരീം എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. നല്ലൊരു എന്താ പറയുക, ഒരു പരീക്ഷണം തന്നെയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. നമ്മുടെ എന്താ പറയുക, ഇന്ത്യൻ സിനിമകളിൽ ഇതുപോലുള്ള, അതും തമിഴ് സിനിമയിൽ ഇതുപോലുള്ള ഒരു സംഭവം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ആ ഒരു പരിധിയിൽ നിന്നും അവരത് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു എന്നുള്ളതാണ്. CG വർക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു സൂപ്പർ ഹീറോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ മാർവലിൻ്റെയും DC ഒക്കെ ഒരുപാട് സൂപ്പർ ഹീറോ മൂവീസും സീരീസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിൽ നിന്നൊക്കെ കടമെടുത്ത കുറേ സംഭവങ്ങളുണ്ട് ഇതിൽ. പക്ഷെ എന്നാലും അവർ ക്വാളിറ്റി വലിയ രീതിയിൽ ബ്രേക്ക് ചെയ്യാതെ തന്നെ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്നുള്ളത്. പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും പൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റായി ചെയ്തത് സത്യരാജ്, അതുപോലെ തന്നെ വസന്ത് രവിയാണ്. മറ്റുള്ള കഥാപാത്രങ്ങളൊക്കെ ഒരു ഓക്കെ ഫീലാണ്. ബാക്കി ഇവർ രണ്ടുപേരും അടിപൊളിയായി തന്നെ ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് സീനുകളൊക്കെ നന്നായിരുന്നു. അപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങൾ, ടെക്നിക്കലാണ് ഇതിൻ്റെ മെയിൻ സംഭവം എന്നുള്ളത്. ടെക്നിക്കലി സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് സിനിമ. കഥ നന്നായിരുന്നു, പക്ഷെ തിരക്കഥ ഒന്നുകൂടി നന്നാക്കി ചെയ്യാമായിരുന്നു തോന്നുന്നു. ആ ഒരു പ്ലോട്ട് അടിപൊളിയായിരുന്നു, സംഭവം ഓക്കെ ആയിരുന്നു, ആ തീവും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ ആ തിരക്കഥയിലേക്ക് എത്തുന്ന സമയത്ത് അവർ നമ്മളിലേക്ക് ആ ഒരു സംഭവം എത്തിച്ചത് അവർ കുറച്ചുകൂടി ഭയങ്കര കൺഫ്യൂഷൻ, എന്തൊക്കെയോ ബ്ലാക്ക് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു പാർട്ടിൽ ഈ ഒരു സിനിമ അവസാനിക്കുന്നുമില്ല, ഹണ്ട് ബിഗിൻസ് ആണ്. ഇനിയും പാർട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ സിനിമ വിജയിച്ചാലല്ലേ പാർട്ടുകൾ വരുള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അടുത്തൊരു പാർട്ട് വരുന്നുണ്ടെങ്കിൽ തന്നെ അത് കുറച്ചുകൂടി നന്നാക്കി ചെയ്തിരുന്നെങ്കിൽ, തിരക്കഥ കുറച്ചുകൂടി നന്നാക്കി ചെയ്തിരുന്നെങ്കിൽ നല്ല രസമുള്ളൊരു സംഭവം തന്നെയായിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളത്. വെപ്പൺ എന്ന് പറയുന്ന ഒരു സിനിമയിൽ എനിക്ക് ഏറ്റവും എന്താ പറയുക, ബാക്കിയൊക്കെ ഓക്കെയാണ്. എനിക്ക് ഈ സിനിമയിൽ മോശമായി തോന്നിയത് തിരക്കഥയാണ്. തിരക്കഥ ഒന്നുകൂടി നന്നാക്കാമായിരുന്നു തോന്നും. നന്നാക്കിയിരുന്നെങ്കിൽ നല്ലൊരു അനുഭവം തന്നെയാകുമായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളതാണ്. പിന്നെ ലോജിക്ക് കാര്യങ്ങളൊന്നും ഈ സൂപ്പർ ഹീറോ മൂവീസിൽ ലോജിക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ഈ സിനിമയിൽ കുറച്ച് ലോജിക്ക് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നോക്കാൻ മാത്രമുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവർക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കാമായിരുന്നു തോന്നും. ഞാൻ പറഞ്ഞല്ലോ, തിരക്കഥയിൽ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു തോന്നും. അതാണ് സംഭവം. എന്തായാലും അവൈലബിൾ ആണ്, ഇപ്പോൾ സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. വെപ്പൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. ഒരു നല്ലൊരു സയൻസ് ഫിക്ഷൻ മൂവിയാണ്, ആക്ഷൻ മൂവിയാണ്. പക്ഷേ ടെക്നിക്കലി കൊണ്ട് നല്ലൊരു ആക്ഷൻ മൂവിയാണ്. പക്ഷെ തിരക്കഥ മോശമാക്കി കളഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. നിങ്ങളുടെ അഭിപ്രായം എന്തെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും